ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപെക്സ്. നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ത്യയിൽ റെനോയുടെ ഒരു കംബാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ച് കാലം ഇൻ ദ സെൻസ് 2012 ഡസ്റ്റർ ഇറക്കി ഇവിടെ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയ കമ്പനിയാണ്. ഡസ്റ്ററിലൂടെയാണ് റെനോയുടെ ഒരു പ്രസൻസ് ഇന്ത്യക്കാർ ശരിക്കും പറഞ്ഞവർ അറിയിക്കുന്നത്. അതിന് മുന്നേ ഫ്ലുവൻസ് അങ്ങനത്തെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഇമ്പോർട്ട് ചെയ്ത വണ്ടികൾ തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷവും അവർ പല വാഹനങ്ങളും ഇറക്കി, ലോഡ്ജ് ഇറക്കി, പിന്നെ ഈ അടുത്ത് നമുക്ക് ട്രൈബർ, കൈഗർ, അതുപോലെ ക്വിഡ് തുടങ്ങിയ വണ്ടികളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും അതിനൊന്നും അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഡസ്റ്റർ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഇമ്പാക്റ്റ് ഈ പറയുന്ന വാഹനങ്ങളിൽ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും ഡസ്റ്റർ തിരിച്ചു വരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 2026 റെനോ അത് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ ഡാഷ് ഡസ്റ്ററിൻ്റെ ഒരു റെനോ വേർഷനായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ ഡസ്റ്ററും അതിൻ്റെ ഫേസ് ലിഫ്റ്റ് മാത്രമാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ജനറേഷൻ ഡസ്റ്റർ ഇൻ്റർനാഷണലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് തേർഡ് ജനറേഷൻ ഡസ്റ്ററും ഇൻ്റർനാഷണലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡാഷ് ഡസ്റ്റർ 2024 തന്നെ ഇറങ്ങിയതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ വർഷം സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴേക്കും റെനോയുടെ വേർഷനും നമ്മൾ കണ്ടു തുടങ്ങിയായിരുന്നു. എനിവേ അതിൻ്റെ കാണാത്തൊരു സാധനം 7 സീറ്റർ മോഡലായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ഈ വലിയ വണ്ടി. ഉറപ്പായിട്ടും ഇതൊരു ഡസ്റ്റർ സൈസ് അല്ലെങ്കിൽ ഒരു 4.3 മീറ്റർ SUV പോലെ തോന്നുന്നുണ്ടാവില്ല. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ വാഹനത്തിന്. ആൻഡ് ഇത് നമ്മുടെ ഡാഷയുടെ തന്നെ ബിഗ്സ്റ്റർ എന്ന് പറയുന്ന ഒരു വാഹനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വാഹനമായിരിക്കും. എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് അതുമായിട്ട് സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സൈസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ഒരു വ്യത്യാസം വരാൻ പോകുന്ന ബിഗ്സ്റ്ററിൽ ഒരു 5 സീറ്റർ സീറ്റിംഗ് കൺഫിഗറേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. ഡസ്റ്ററും 5 സീറ്റർ തന്നെയായിരുന്നു. അതായത് നമ്മുടെ ഡാഷയുടെ കാര്യമാണ് പറയുന്നത്. ബിഗ്സ്റ്ററും ഒരു 5 സീറ്റർ തന്നെയാണ് കൊടുത്തത്. പക്ഷേ റെനോയുടെ വേർഷൻ വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് 6 ആൻഡ് 7 സീറ്റർ ഓപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും. ഇന്ത്യയിൽ അവരിപ്പോൾ ഈ വണ്ടി അല്ലാതെ വലിയ സൈസാക്കി ഇറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യയിൽ അതുകൊണ്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ 7 സീറ്റർ ഓപ്ഷൻ കൊടുക്കും. ഇനി ഇൻ കേസ് ഗ്ലോബൽ ആയിട്ട് അവർ കൊടുത്തില്ല എങ്കിൽ പോലും. ബൈ ദ വേ അവിടെയാണ് ഈ വാഹനത്തിൻ്റെ ഗ്ലോബൽ അൺവെയിൽ വരുന്നത്. നമ്മൾ റെനോയുടെ ഡസ്റ്റർ കണ്ടു, അതുപോലെ തന്നെ റെനോയുടെ ബൊറിയൽ ഓർ BOREL, അതാണ് ഈ വാഹനത്തിൻ്റെ പേര് വരാൻ പോകുന്നത്. അവർ ഇൻ്റർനാഷണലി പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന ജൂലൈ 10 ഈ വാഹനത്തിൻ്റെ ഗ്ലോബൽ അൺവെയിൽ. ഇന്ത്യയിൽ അത് ഇൻക്ലൂഡ് ചെയ്യില്ല. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പൊതുവെ ഇന്ത്യ ഉണ്ടാവാറില്ലല്ലോ, അതായത് സാധാരണ എങ്ങനെയാണ്. പക്ഷേ എന്തായാലും ഇവൻച്വലി ഇന്ത്യയിലേക്ക് വരും. ആ പേരിലായിരിക്കുമോ വരുന്നത് എന്നറിയില്ല. കാരണം ഇതുവരെ റെനോ ഇന്ത്യ ആ ഒരു പേര് ഇവിടെ ട്രേഡ് മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല. മേ ബി ആ സെയിം പേരിൽ തന്നെ വന്നേക്കാം. കാരണം ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു പേര് ഇവിടെ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഒരു 7 സീറ്റർ എന്ന് പറയുമ്പം അതിൻ്റെ പേരിനുള്ള സാധ്യത ആക്ച്വലി നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. പൊറിയലാവാം, വേറെ എന്തെങ്കിലും ആവാം. പല മാർക്കറ്റുകളിലും പല പേരിട്ട് വേണമെങ്കിലും അവർക്ക് ഇറക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇതിൻ്റെ തന്നെ ഡാഷ് വേർഷനാണ്. ആൻഡ് ഇതിൻ്റെ ലെങ്ത്തും അതുപോലെ മൊത്തത്തിലുള്ള ഒരു സൈഡ് പ്രൊഫൈൽ ലുക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. പുതിയ നമ്മുടെ റെനോ വേർഷനും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം ആ ടെസ്റ്റിംഗ് വണ്ടിയിൽ നമ്മൾ കണ്ടത് സൈഡിലുണ്ടായിരുന്ന റിയർ ഡോർ ഹാൻഡിലാണ്. അത് സിപിലർ മോഡൽ അല്ലായിരുന്നു, നമ്മുടെ ഡോറിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ അത് പ്രൊഡക്ഷൻ വണ്ടിയിലേക്ക് വരുമ്പോൾ മാറും എന്നാണ് പറയുന്നത്. ബാക്കി ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം, അതിപ്പോൾ ഫ്രണ്ട് ഡിസൈൻ ആയാലും റിയർ ഡിസൈൻ ആയാലും, ഇപ്പോൾ ലൈറ്റിംഗ് എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും റെനോയുടെ ബാഡ്ജിങ്, റെനോയുടെ ഗ്രില്ല്, പിന്നെ ചെറിയ DRLസിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന വണ്ടിയും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇത് പക്ഷേ പെട്ടെന്ന് കാണുമ്പം ഡസ്റ്റർ പോലെ തന്നെ തോന്നും. ഇപ്പോൾ റിയർ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഫ്രണ്ടിലത്തെ ഒരു DRL ഡിസൈൻ അല്ലെങ്കിൽ ഹെഡ് ലൈറ്റിൻ്റെ ഡിസൈൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ അത് തന്നെയാണ്. ഇവിടെ പൊതുവേ അങ്ങനത്തെ വാഹനങ്ങൾ വർക്ക് ചെയ്യാറില്ല. ഇപ്പോൾ അതായത് നമുക്ക് ഹാരിയർ, സഫാരി അറിയാം, ഇത് രണ്ടും കുഴപ്പമില്ലാണ്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രെറ്റ എൽക്കസാറിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. എൽക്കസാർ കൈൻഡ് ഓഫ് ഒരു സെയിൽസ് ഡിസാസ്റ്റർ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഡിസാസ്റ്റർ അല്ല, കാരണം അത്യാവശ്യം ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അത് വെച്ച് നോക്കുമ്പോൾ 1000-2000 ഒക്കെ വെച്ച് നോക്കിയാലും അവർക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാവായിരിക്കും. മേ ബി ക്രെറ്റ എന്തായാലും ഒരു വോളിയം സെല്ലറാണ്. 15000-16000 ഒക്കെ വെച്ച് അത്രയൊന്നും ഒരിക്കലും എൽക്കസാറിന് വിൽക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ റെനോയ്ക്ക് എന്തായാലും ഇത് വെച്ച് ട്രൈ ചെയ്യാം എന്ന് മാത്രം. ഡസ്റ്റർ അവർക്ക് അത്യാവശ്യം നല്ലൊരു വോളിയം സെല്ലറാക്കി വെച്ചിട്ട് ഇത് വേണമെങ്കിൽ എൽക്കസാറിൻ്റെ കോമ്പറ്റീഷനിൽ പിടിക്കാം. ഇതിനെ സഫാരി XUV 700 തുടങ്ങിയ വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രമുള്ള സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനേക്കാൾ ഇത്തിരി കൂടെ ചെറുതായിരിക്കാനാണ് സാധ്യത. അതായത് ഇപ്പോൾ ഹാരിയർ ബേസ്ഡ് ആണുള്ള സഫാരി, അതെന്തായാലും ക്രെറ്റയൊക്കെ കുറച്ചുകൂടെ വലിയ വാഹനമാണ്. പക്ഷേ അതേസമയം നമ്മൾ ക്രെറ്റ ബേസ്ഡ് ആയിട്ടുള്ള എൽക്കസാർ നോക്കുകയാണെങ്കിൽ അത് ഹാരിയറിനൊക്കെ കുറച്ചുകൂടി ചെറുതുമാണ്. ഇനി അതല്ലാതെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയിലുണ്ട്. അതുപോലെ തന്നെ 10 ഇഞ്ച് ഇൻസ്റ്റോൺലെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, പാനോറാമിക് സൺറൂഫ് ഉണ്ട്, പിന്നെ വയർലെസ് ചാർജർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. ബേസിക്കലി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് സാധനങ്ങൾ, പിന്നെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തും തീർച്ചയായും ഉണ്ടാവും. എക്സ്ട്രാസ് ആയിട്ട്, അതായത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല.
കാരണം അഗെയിൻ റെനോ അങ്ങനെ ഒരുപാട് എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് കൊടുക്കാൻ അറിയപ്പെട്ടിരുന്നൊരു കമ്പനി അല്ലായിരുന്നു. ആയ കാലത്തായിരുന്നു, പക്ഷേ പിന്നീട് അവർ അപ്ഡേറ്റ് ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഉള്ള വണ്ടികളാണെങ്കിലും ഒരു കൈൻഡ് ഓഫ് ആവറേജ് ആണ്. CMF പ്ലാറ്റ്ഫോമും CMF A+ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികളാണ് അവരിപ്പോൾ ഇവിടെ വിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന 2 വണ്ടികൾ, അതായത് ഡസ്റ്ററും അതുപോലെ ബൊറിയല എന്നാണ് അതിൻ്റെ പേരെങ്കിൽ, അതായത് ഈ 2 SUVകളും CMF B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നത്. അത് ഇവരോട് ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു സിമിലർ വണ്ടിയെ പറ്റി ഞാനിതിന് വേണ്ടി നിസാൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇതും ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരിക്കും. പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇപ്പോൾ 2 വാഹനങ്ങളിൽ. അപ്പോൾ അതായത് ഡസ്റ്ററിലും ഈ വാഹനത്തിലും അവർ സെയിം എഞ്ചിൻ ഓപ്ഷൻസ് തന്നെയാണ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. ഡസ്റ്ററിൽ പക്ഷേ ബേസിക് എഞ്ചിനായിട്ട് അവർ നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ മാഗ്നൈറ്റിലും കൈകറിലും ഒക്കെ കണ്ട ആ സെയിം എഞ്ചിൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഇൻ്റർനാഷണലി 1.2 ടർബോ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഒരു 1.6 ലിറ്റർ എഞ്ചിൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ, സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനും അതുപോലെ 1.0 ലിറ്റർ, അതായത് ഇവിടെയുള്ള 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ് കിട്ടാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. LPG മോഡലൊക്കെ ഇൻ്റർനാഷണലി അവൈലബിൾ ആണ്. അതൊന്നും എന്തായാലും ഇന്ത്യയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ലോഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡസ്റ്റർ തന്നെ 25 വരേണ്ടതായിരുന്നു, അത് അവർ 26 പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഈ വണ്ടി ലേറ്റ് 2026 ആണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ലോഞ്ച്. 2026 സ്റ്റാർട്ടിങ്ങിലാണ് ഡസ്റ്ററിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് അത്. എനിവേ, ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. അതുപോലെ എക്സിസ്റ്റിംഗ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗും തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.